കൈരളി ചാനലിനെ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റിവിടുന്നത്. മറ്റ് ഒരു മാധ്യമങ്ങളെയും പുറത്തേക്ക് കയറ്റിവിടുന്നില്ല, മുകളിലേക്ക് കൈരളി ചാനലിനെ മാത്രം വിളിച്ചുകൊണ്ട് അവർ മുകളിലേക്ക് പോയിരിക്കുന്നു. അതിലുള്ള പ്രതിഷേധം മാധ്യമപ്രവർത്തകർ രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് കൈരളി എന്ന ഒരു ചാനലിനെ മാത്രം ഉള്ളിലേക്ക് വിളിച്ചു കയറ്റിയത് എന്നുള്ളതാണ് ചോദ്യമായി ഉള്ളത്. മറ്റുള്ളവർ എല്ലാവരും പുറത്തു തന്നെ നിൽക്കുകയാണ്. കൈരളി ചാനൽ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. അവർക്ക് മാത്രമാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. മറ്റ് മാധ്യമങ്ങൾ മുഴുവൻ ഈ പുറത്ത് നിൽക്കുകയാണ്. ഏതായാലും ഇതിലൊരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിന് ശേഷം ഒരു വിശദീകരണം അത് നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിമാർ ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വലിയൊരു അനാസ്ഥയാണ് അവിടെ ഉണ്ടായത്. ആ രക്ഷാപ്രവർത്തനത്തിൽ വലിയ അനാസ്ഥ ഉണ്ടായി എന്നുള്ളത് പ്രതിപക്ഷവും ആരോപിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന രോഗികൾ പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഒത്തുകൂടിയ ആളുകൾ പറയുന്നു. അത്തരം അനാസ്ഥയുടെ എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ആർക്കെതിരെയാണ് നടപടി ഉണ്ടാവുക, അതാണ് കൃത്യമായി വിശദീകരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മന്ത്രിമാരോട് നമ്മളത് ചോദിച്ചിരുന്നുവെങ്കിലും വ്യക്തമായ ഒരു മറുപടി ലഭിച്ചിരുന്നില്ല. അതിൽ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ, തുടർന്നുള്ള മണിക്കൂറുകളിൽ വരുന്ന ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണമെങ്കിൽ അത്തരത്തിൽ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ പരിശോധനകൾ അവർ നടത്തും എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി കൂടി മെഡിക്കൽ കോളേജിലേക്ക് എത്തി ഒരു അവലോകന യോഗത്തിന് ശേഷം പറയുമ്പോൾ മുഖ്യമന്ത്രി ഇതിനുശേഷം എന്താണ് മന്ത്രിമാർ വിശദീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതെന്താണ് സംഭവിച്ചത്, അവിടെ എത്രത്തോളം എന്തുകൊണ്ട് കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ചെന്നു, കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെയുള്ളവർ പോയി എന്നുള്ളത് വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അപകടമുണ്ടായെങ്കിൽ, ആ ദുരന്തമുണ്ടായെങ്കിൽ ആ ദുരന്തത്തെ എന്തുകൊണ്ട് നേരെ ചൊവ്വനെ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെ ആ കെട്ടിടത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരാളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ട നടപടികൾ, അതിൽ ഊർജിതമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനമാണ് ഉള്ളത്. അത്തരം വിമർശനം നേരത്തെ പ്രതിപക്ഷം പാർട്ടികളടക്കമുള്ളവർ നടത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിൽ വിശദമായ ഒരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഉണ്ടാകേണ്ടതെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിന് ശേഷം ഈ കാര്യങ്ങൾ മന്ത്രിമാർ വിശദീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. സ്വാതി. അതെ, അതുതന്നെയാണ് ആൽവിൻ. എന്തായാലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിയിരിക്കുന്നത്. മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനിടയിൽ കൈരളി ചാനലിനെ മാത്രമാണ് അതിലേക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ളിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു അവസരം നൽകിയിരിക്കുന്നത്. അവരെ മാത്രമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ വലിയ തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം കൂടി ഉയരുന്നുണ്ട് ഈ ഒരു സമയത്ത്.